കേരള സർവകലാശാല സിൻഡിക്കേറ്റ് നിർദ്ദേശപ്രകാരം രജിസ്ട്രാർ ചുമതല ഏറ്റെടുത്ത സംഭവത്തിൽ താത്കാലിക രജിസ്ട്രാർ പി ഹരികുമാറിനോട് വിശദീകരണം തേടി വൈസ് ചാൻസലർ. നാളെ രാവിലെ 9 മണിക്ക് മുൻപ് വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. KS അനിൽകുമാർ ചുമതല ഏറ്റതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും വിവരങ്ങളും വൈസ് ചാൻസലർക്ക് സമർപ്പിക്കണം. വിവരങ്ങളുമായി ഹാൻസ് ചേരും. ഹാൻസ്, ഹൈക്കോടതി വിധി വരാനിരിക്കെ വലിയ കോലാഹലങ്ങൾക്കാണ് ഇപ്പോൾ വേദിയായിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും അഖില, കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലുണ്ടായിരുന്ന രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ നടപടി ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗമാണ് റദ്ദാക്കുകയും പിന്നീട് ഇന്ന് തന്നെ അദ്ദേഹത്തോട് വീണ്ടും ചുമതല ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വൈകിട്ടാണ് രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്തെത്തി വീണ്ടും ചുമതല ഏറ്റെടുത്തത്. ഈ സാഹചര്യം വലിയൊരു ഗുരുതര വീഴ്ചയായിട്ടാണ് ഇപ്പോൾ സർവകലാശാല പരിഗണിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ താൽക്കാലിക വൈസ് ചാൻസലർ ഇൻചാർജ് ആയിട്ടുള്ള ഡോക്ടർ സിസ തോമസ് താൽക്കാലിക രജിസ്ട്രാർ ആയിട്ടുള്ള പി ഹരികുമാറിനോട് വിശദീകരണം തേടിയിരിക്കുന്നത്. നാളെ രാവിലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും വിവരങ്ങളും ഇമെയിൽ മുഖാന്തരം വൈസ് ചാൻസലർക്ക് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൂടാതെ ഈ വിശദീകരണം നൽകുന്നതിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടായാൽ സർവകലാശാലയുടെ അച്ചടക്കത്തെയും നിയമ നടപടികളെയും ബാധിക്കുമെന്നും അറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ വിശദീകരണത്തിന്റെ കൂടെ അടിസ്ഥാനത്തിലായിരിക്കും നാളെ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുന്ന ഹർജിയിൽ വൈസ് ചാൻസലർ വിശദീകരണം നൽകുക. അഖില, കേരള സർവകലാശാലയിൽ വിവാദങ്ങൾ പുകയുകയാണ്. ഇപ്പോൾ താത്കാലിക രജിസ്ട്രാർ പി ഹരികുമാറിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ് വൈസ് ചാൻസലർ. ഹാൻസ് ജോണാണ് വിവരങ്ങൾ നൽകിയത്.